ഏജൻസി പറഞ്ഞിട്ട് അവർ ഇല്ലെന്ന് പറഞ്ഞു. ഇന്ന് പത്രത്തിൽ പ്രധാനമന്ത്രി എല്ലാവരും പറഞ്ഞിരിക്കുകയാണ് ഗ്യാസിന് ഒരു ക്ഷാമമില്ല, അതില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ പത്രത്തിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളെപ്പോലെ ബിസിനസ്സുകാർ ഇപ്പോൾ സിറ്റിക്കകത്ത് പകുതി ഹോട്ടൽ അടച്ചു. കട അടച്ചിടാൻ പറ്റാത്തായിരുന്നു. കട അടച്ചിട്ട് കച്ചവടം പോകും. മെനക്കേടായി ജോലിക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊന്നല്ല, അവർക്ക് സാലറിയും കൊടുക്കണം, കടയ്ക്ക് വാടക കൊടുക്കണം, എല്ലാം ചെയ്യണം. അപ്പം ഇതും ഇനിയിപ്പോൾ ഇന്നോ നാളെ കഷ്ടിച്ച് വരെ പോകും. അത് കഴിഞ്ഞാൽ ഇതും പൂട്ടേണ്ട സ്റ്റേജാണ്. ഗ്യാസ് കിട്ടാനില്ല, അതേ ഉള്ളൂ. അതിപ്പം കേന്ദ്രത്തിൽ മിസ്റ്റേക്കാണ്, നമുക്ക് പറയാനൊക്കെ. പേപ്പറിലുണ്ടല്ലോ, വിഷമിക്കണ്ട. ഗ്യാസ് അങ്ങനെയുണ്ട്. പൂട്ടി, ഇവിടെയൊക്കെ പൂട്ടി. വീട്ടിലേക്കും ഗ്യാസ് ഇല്ല. ശരി തന്നെയാണ്, ബുദ്ധിമുട്ട്. ഗ്യാസ് ഇല്ല, ഒരു ദിവസത്തേക്ക് പോലും ഗ്യാസ് ഇല്ല. ഗ്യാസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം കഷ്ടിച്ച് ഒരു ദിവസം ഗ്യാസേ ഉള്ളൂ. ഗ്യാസ് ഇല്ല, നല്ല തിരക്കാണ്. ഒരിടത്തും ഗ്യാസ് കിട്ടാറില്ല. നമുക്ക് ഒരു കുറ്റിയെങ്കിലും കിട്ടിയെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും കൊണ്ടുപോകാം എന്നുള്ളതേ ഉള്ളൂ. ബന്ധപ്പെട്ട് അവിടെ ഇല്ലെന്നാണ് പറയുന്നത്. ഇന്ന് ഒരു ദിവസം ഞങ്ങൾക്ക് ഗ്യാസ് ഉള്ളൂ. ഇന്നലെ ഗ്യാസ് ഇല്ലാണ്ട് ഉച്ചയ്ക്ക് അടച്ച് 12 മണി അടച്ച് 3 മണിയാകുമ്പോൾ തുറന്ന് ഐറ്റങ്ങൾ കുറച്ച് വടയില്ല, പൂരിയില്ല. എനിക്ക് വേണ്ടിയില്ലെങ്കിലും 12 സ്റ്റാഫുകളുണ്ട്. അവരുടെ കുടുംബജീവിതം, അവർക്ക് വാടക വേണമെങ്കിൽ ഞാൻ കയ്യിൽ നിന്ന് കൊടുത്തോളാം. പക്ഷേ അവരുടെ ശമ്പളം എനിക്ക് കൊടുക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ കഷ്ടിച്ച് ഓടുന്നത്. ഇന്ന് 12 മണി തൊട്ട് 4 മണി വരെ ചായ ഇല്ല. ഊണിന് പണ്ടേ ഈ ഗ്യാസ് പ്രോബ്ലം കൊണ്ട് ഊണ് പണ്ടേ നമ്മൾ നിർത്തിയതാണ് അത്. അതുകൊണ്ട് മാക്സിമം ഇന്ന് നാളെ ഉച്ച വരെ എനിക്ക് കാണും. അതിന് വിറകിൻ്റെ സമയമാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ എവിടെയില്ല. തമിഴ്നാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ 10 ദിവസം കഴിഞ്ഞ് കിട്ടുമെന്നാണ് പറയുന്നത്. കിട്ടിയാൽ നമ്മൾ അത് കൊണ്ടുപോയി മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. ഇല്ല, വേറെ നിവർത്തില്ല സാറേ. ഏജൻസി പറഞ്ഞിട്ട് അവർ ഇല്ലെന്ന് പറയുന്നത്. ഇന്ന് പത്രത്തിൽ പ്രധാനമന്ത്രി എല്ലാവരും പറഞ്ഞിരിക്കുകയാണ് ഗ്യാസിന് ഒരു ക്ഷാമമില്ല, അതില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ പത്രത്തിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളെപ്പോലെ ബിസിനസ്സുകാർ ഇപ്പോൾ സിറ്റിക്കകത്ത് പകുതി ഹോട്ടൽ അടച്ചു. ഇവിടെ അല്ല, ഇന്ത്യ മൊത്തം ഒരു ഇതെല്ലാം അടച്ച് കഴിഞ്ഞു. എനിക്ക് നാളെ ഒരു ദിവസം കാണും. ഏജൻസി വിളിച്ചിട്ട് അവർ ഏജൻസി എടുക്കുന്നില്ല. അവർ 12 സ്റ്റാഫുകളുണ്ട്. അവരുടെ ശമ്പളം കിട്ടണമെന്നാണ് ഞങ്ങളിങ്ങനെ കഷ്ടിച്ച് ഓടിക്കുന്നത്. നിവർത്തില്ലെങ്കിൽ അതും കൂടി അടച്ചിട്ട് അവരും വീട്ടിൽ പോകും, നമ്മൾ വീട്ടിൽ പോകും. നിവർത്തില്ല, അതാണ് സാറേ. ഇപ്പം എന്ത് ചെയ്യാനാണ്? ഞങ്ങളിപ്പോൾ കുറച്ചുകൂടി ഗ്യാസ് ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ തീരുവാണെങ്കിൽ പിന്നെ അടയ്ക്കും, പിന്നെ തുറക്കത്തില്ല. പിന്നെ ഇപ്പോൾ തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ഗ്യാസ് കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. കിട്ടിയാൽ തിങ്കളാഴ്ച തുറക്കത്തില്ല. ഗ്യാസ് കിട്ടാത്തതിന് വളരെ ബുദ്ധിമുട്ടിരിക്കുന്നത്. കാരണം ഏതായിട്ട് സ്റ്റാഫ് ഹിന്ദിക്കാരായതുകൊണ്ട് അവർ ഞങ്ങളെ പ്രതീക്ഷയാണ് ഇവിടെ മൊത്തം നിൽക്കുന്നത്. അപ്പം അവർക്ക് അവരുടെ ഫുഡും കാര്യങ്ങളും ഞങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത്. വേറെ കടകളും ഇല്ല, കടകൾ അടച്ചിരിക്കണം. അവർ നമ്മുടെ യഥാർത്ഥ ഫുഡ് അവർ കഴിക്കാറില്ല. അത് കാരണം നമുക്ക് കട തുറക്കാനും പറ്റില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറക് നമ്മൾ സിറ്റിയിൽ ഓൾറെഡി കിട്ടാറില്ല. ഞങ്ങൾ ഇന്നലെ പോയി എല്ലായിടത്തും പോയി അന്വേഷിച്ചിട്ട് അവസാനം കാട്ടാക്കടയിൽ നിന്നാണ് വിറക് എടുക്കുന്നത്. വിറകിന് പണ്ടത്തെ കട്ടി നല്ല വിലയായിപ്പം. ഇപ്പം വിറക് കൊണ്ട് സ്റ്റോക്ക് ചെയ്യാനും പറ്റില്ല. കാരണം സിറ്റിയിൽ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും വേറെ പ്രശ്നമാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തൊരു പാചകം ചെയ്യുകയാണെങ്കിൽ പോകാൻ കാരണം കസ്റ്റമേഴ്സിന് ഇരിക്കാനും പറ്റാത്തൊരു മെയിൻ മെനക്കെടായിട്ടിരിക്കുക. അങ്ങനെ ഞങ്ങളിന്ന് വാർഡ് കൗൺസിലറിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, വിനിയോഗിപ്പ് അടുത്ത് വിളിച്ച് ചോദിച്ച് പുള്ളി പറഞ്ഞു നിങ്ങൾ വെളിയിട്ട് ചെയ്യുക, അത് എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. കാരണം ഗ്യാസിൻ്റെ പ്രശ്നം എന്താണെന്നുള്ള അറിയാമല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ വെളിയിൽ നിന്നിട്ട് എന്തെങ്കിലും. കാരണം കട അടച്ചിടാൻ പറ്റാത്തായിരുന്നു. കട അടച്ചിട്ട് കച്ചവടം പോകും, മെനക്കേടായി ജോലിക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊന്നല്ല, അവർക്ക് സാലറിയും കൊടുക്കണം, കടയ്ക്ക് വാടക കൊടുക്കണം, എല്ലാം ചെയ്യണം. അപ്പം പിന്നെ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് എന്ത് വന്നാലും വെളിയിട്ട് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഈ വെളിയിട്ട് ചെയ്യാന്നുള്ളത് കഴിഞ്ഞാൽ അത് ഇതിനെക്കാട്ടി വളരെ മെനക്കെടും, സമയവും അത്രയും ഇതാണ്. കാരണം ഇപ്പം 11 മണിക്ക് ആവാനുള്ളതാണ് ഗ്യാസിലാണെങ്കിൽ. അപ്പം ഗ്യാസ് കിട്ടാത്തതിന് വളരെ ഒരു മെനക്കെട്ടിരിക്കുകയാണ്. പിന്നെ കൗൺസിലറിനടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിയാണ് നമുക്ക് ഫുള്ള് സപ്പോർട്ട് ചെയ്ത് തന്നത്. വിനിയോഗിപ്പ് നല്ല സപ്പോർട്ട് ചെയ്ത് പുള്ളി പറഞ്ഞ് ഞാൻ കൂടെ നിൽക്കാന്നുള്ള കാര്യം പറയാൻ. ഇന്നലെ അതാണ്ട് ഈ കട പൂട്ടിയിട്ടിരുന്നത് ഗ്യാസില്ല. അവർ പിന്നെ വേറെ എവിടെയൊക്കെ പോയി എടുത്തുകൊണ്ട് വന്നാണ് ഇന്ന് തുറന്നത്. വീടുകളിലൊക്കെ നേരത്തെ ഉള്ള ഗ്യാസുകളേ ഉള്ളൂ. ബുക്ക് ചെയ്താൽ പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. എങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞേ കിട്ടുള്ളൂ. ആ സ്റ്റേജായി. ഇപ്പോൾ മിക്കവാറും എല്ലാവരും പഴയ ആ രീതിയിൽ വിറകടുപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഗ്യാസ് കിട്ടാൻ എന്നാൽ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ നമുക്ക് വലിയ പാടില്ല. 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് വരുന്നതാണ്. പക്ഷെ ഷോർട്ടില്ല എന്നാണ് കേന്ദ്രത്തിൽ നിന്ന് പറയുന്നത്. ഇപ്പം എന്താണ് സംഭവം എന്ന് അറിഞ്ഞിട്ട് ഇവിടെ മിക്കവാറും കടകളൊക്കെ അടച്ചു തുടങ്ങി. ചായക്കടകളൊക്കെ ഷോർട്ടേജ് ഇല്ല എന്നാണ് പറയുന്നത്. ഇവിടെ 2-3 കടകളൊക്കെ അടച്ചു. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അടച്ചു. വിളിച്ചിട്ടുണ്ട് ബുക്കിങ്ങിന് വേണ്ടി, പക്ഷെ അവരെ എടുക്കുന്നില്ല ഏജൻസി. അത്ര മാത്രമേ ഉള്ളൂ. എന്താണെന്നൊരു പിടിയില്ല. വീട്ടിലുണ്ട്. തീർന്നത് ഇനി അടുത്ത കുറ്റിക്ക്, ഡബിൾ കുറ്റിയായിരുന്നു. അടുത്ത കുറ്റിക്ക് വേണ്ടി വിളിച്ചപ്പോൾ അവര് ഒരു റെസ്പോൺസ് ഇല്ല. പിന്നെ കൊതുമ്പും ചൂട് എടുക്കും, ഇത്രേ ഉള്ളൂ. ഗ്യാസ് കിട്ടും, നമുക്ക് പ്രതീക്ഷയുണ്ട്. വേറെ അമേരിക്ക, റഷ്യ കൊടുക്കാന്ന് പറയുന്നില്ലേ ഗ്യാസുകൾ. അപ്പൊ ഇവിടെ എനിക്ക് പ്രതീക്ഷയുണ്ട്, ഗ്യാസ് കിട്ടും. യുദ്ധമൊക്കെ ഇപ്പൊ തീരും. 90 ദിവസം വരെയാണ് ഇന്ധനശേഖരം വേണ്ടത്. 10 ദിവസമായപ്പോഴത്തേനും ഇന്ത്യയുടെ ഇന്ധനശേഖരം തീരാറായി. മാത്രമല്ല ഇന്ത്യ പലയിടത്തും. പക്ഷെ നരേന്ദ്രമോദി പറയുന്നത് ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ പക്ഷെ കിട്ടുന്നുമില്ല. പക്ഷേ മോദി പറഞ്ഞ കറക്റ്റാണ്. കിട്ടും, സാധനം കിട്ടും. കിട്ടും. ശരി.
പറയാം അവരെ ചെന്ന് ചീത്ത വിളിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അവരെന്ത് ചെയ്യാൻ? നമ്മളെ പോലെ അല്ലേ, ലോഡ് വന്നല്ലേ അവർക്ക് തരാൻ പറ്റുള്ളൂ. അല്ലാതെ അവർ തന്നോണ്ട് ഉത്തരവാദിത്തമാണ്. അത് ആര് പറയും? ആരും പറയില്ല. അവർ ആരെയും ഷോർട്ടേജ് എന്ന് പറയരുതേ ആളുകളെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിതാ പോയിട്ട് വരണം. കിട്ടിയില്ല. നിറച്ചിരിക്കുക. ഒരു കുറ്റിയുള്ളൂ. ഒരു കുറ്റിയേ ഉള്ളൂ. തീരാറായോ? ബുക്ക് ചെയ്തോ? ബുക്ക് ചെയ്തിട്ട് ബുക്കിംഗ് നടക്കണില്ല. പലയിടത്തും ഈ ഹോട്ടലൊക്കെ അടച്ചു കൂട്ടി ആ. ഗ്യാസ് കിട്ടാത്തതുകൊണ്ട്. പതിയെ നമുക്ക് ആദ്യത്തേന്ന് പറഞ്ഞാൽ വ്യാവസായിക മേഖല, ഈ ഹോട്ടൽ പോലെയുള്ള വ്യവസായ മേഖലയ്ക്കാണ് കൊടുക്കാത്തത്. ആ. പതിയെ നമ്മുടെ നാട്ടില് വീടുകളിലേക്ക് അത് ബാധിക്കാൻ പോവാണ്. അപ്പം എന്തിനു ചെയ്യും? എന്തൊരു ചെയ്യും? പേപ്പറിലുണ്ടല്ലോ, ആ. വിഷമിക്കണ്ട. ഗ്യാസ് അങ്ങനെയുണ്ട്. പൂട്ടി, ഇവിടെയൊക്കെ പൂട്ടി. വീട്ടിലേക്കും ഗ്യാസ് ഇല്ല. ശരി തന്നെയാണ്, ബുദ്ധിമുട്ട്. ഗ്യാസ് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കും. ഗ്യാസ് ഇല്ലാതിരിക്കുന്നത് വീട്ടിലുള്ള കൊച്ചുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റൂല, പെണ്ണുങ്ങൾക്ക് ബുദ്ധിമുട്ട്. പണ്ട് വിറവുണ്ടായിരുന്നവർ വിറവ് മാറ്റി, ഇപ്പം പെണ്ണുങ്ങൾ അത് കത്തിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടാണ്. ഇവിടെ ഒന്നും അടച്ചില്ല, ഇനിയിപ്പോൾ ഇവിടെയൊക്കെ അടയ്ക്കും. ഇവിടെ എല്ലാം ഗ്യാസ് വെച്ച് തന്നെ ചായ കട നടക്കണം. പിന്നെ നമ്മളെ വീട്ടിലും ഗ്യാസ് ഉണ്ട്, 2 ദിവസം കഴിയുമ്പോൾ അതും തീരും. ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട്. നാളെ വരെയും ഗ്യാസ് കിട്ടും, നാളെ കട അടയ്ക്കും. ഇവിടെ വീട്ടിലും ഗ്യാസ് ഇല്ല. ഇവിടെ സാപ്പാട് വെക്കാൻ വേണ്ടി ഇവിടെ വന്ന് ചോറ് വെക്ക. ഇപ്പൊ ചോറ് ഇവിടെ വെച്ച് വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് ചോറ് ഇവിടെ വെച്ച് കൊണ്ടുപോകും. ഏജൻസിക്കാർ എന്തോ പറയുന്നത്? ഏജൻസിക്കാർ இன்னும் 1 വീക്ക് 2 വീക്സ് ആവുമെന്ന് പറഞ്ഞു. ഇവിടെ ரொம்ப ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നാളല്ല, ഇന്നേ തീരും ഗ്യാസ്. നാളെ കട അടയ്ക്കും. ഇവിടെ മറ്റല്ല, ഇവിടെ ഈ ഏരിയയിൽ എല്ലാമേ അറിയാനോ അടച്ച്. തീരാറായി. ബുക്ക് ചെയ്തോ? ഇല്ല, ബുക്ക് ചെയ്യാൻ പോകുന്നു. നമുക്ക് ഗ്യാസ് ഇല്ലാതെ പറ്റൂല. ബുക്ക് ചെയ്തിട്ട് വല്ലതും കിട്ടുന്ന അനക്കം ഉണ്ടോ ഏജൻസിന്ന്? ഇല്ല, ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഏപ്രിലേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബുദ്ധിമുട്ടല്ലേ പിന്നെ വീട്ടില്. ഇപ്പോഴത്തെ വീടുകളിൽ അടുപ്പില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. പറയുന്നുണ്ടോ? ഏജൻസി പറയാൻ സ്റ്റോക്ക് ഇല്ലെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കാരണമൊന്നും പറയുന്നു വരുന്നോ? അല്ലല്ല, വരുമെന്നൊന്നും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. വന്നാൽ ഞങ്ങൾ തരാം എന്നാണ് പറയുന്നത്. അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെന്നാണ് അവർ പറയുന്നത്. കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നില്ല. ഇല്ല, കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് തന്നെ ഇപ്പം വളരെ കഷ്ടിച്ചാണ് പോയത്. നല്ല തിരക്കാണ്. പക്ഷെ തിരക്കാണെങ്കിലും ഗ്യാസ് ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ ഒരിക്കലും പറ്റത്തില്ല. ഇവിടെ അടുത്തേക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പൂട്ടിയതായിട്ട് വല്ലതും അറിയാമോ? പൂട്ടിയിട്ടുണ്ട്, അപ്പുറത്തൊക്കെ പൂട്ടി. ഇതും ഇനിയിപ്പോൾ ഇന്നോ നാളെ കഷ്ടിച്ച് വരെ പോകും. അത് കഴിഞ്ഞാൽ ഇതും പൂട്ടേണ്ട സ്റ്റേജാണ്. ഗ്യാസ് കിട്ടാനില്ല, അതേ ഉള്ളൂ. അതിപ്പം കേന്ദ്രത്തിന് മിസ്റ്റേക്കാണ്, നമുക്ക് പറയാനൊക്കെ. Mistake ആണ്. പിന്നെ പേപ്പർ ഇന്നലെ പേപ്പറിലും ഉണ്ട്, 25 സാധനം ഉണ്ട്, ഇന്നലെ പേപ്പറിലും ഉണ്ടായിരുന്നു. പിന്നെ വരാതിരുന്നു. ചായ എടുക്കുന്നതിനും ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇപ്പോഴത്തെ പിന്നെ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അത് രാവിലെ ഒരു 9-10 മണി വരെ കാണുള്ളൂ. പിന്നെ ഇനി വൈകുന്നേരം 5 മണി കാണും ഓപ്പൺ ആക്കുള്ളൂ. ഗ്യാസിന്റെ ഇത് കൊണ്ട് അവർ അടയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഗ്യാസിന് എന്തോ പൊതുവെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഏജൻസിക്കാര്? ഒന്നും പറയണില്ല. ഇനി നമുക്ക് കിട്ടുമെന്ന് അറിഞ്ഞൂടല്ലോ അത്. ഇനി എന്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അവര് വരം പറയാം, 1 മാസത്തിനകത്തല്ലേ കിട്ടുള്ളൂ എന്ന് പറയണത്. അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എന്തോ ഏജൻസിക്കാരെന്തോ പറയുന്നത് വിളിക്കുമ്പോ? വന്നില്ല, സാധനം വന്നില്ല എന്ന് പറയും. കിട്ടുന്ന ബുക്കിങ്ങേ ആവുന്നില്ല. ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. നല്ല ബുദ്ധിമുട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. ജനങ്ങൾ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഗ്യാസ് ഇല്ല എന്ന് പറയുന്നത് നരേന്ദ്രമോദിജി ഇന്നലെ അവിടുത്തെ എറണാകുളത്ത് പറഞ്ഞല്ലോ, യാതൊരു ഷോർട്ടേജും ഇല്ല, മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. അതൊന്ന് പറഞ്ഞായിരുന്നു, നിങ്ങൾ കേട്ടായിരുന്നോ? അപ്പോൾ അതിൻ്റെ അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ ഈ ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞ് അടയ്ക്കുന്നതെന്ന് വെച്ചാൽ പലരും സ്റ്റോക്കുകൾ വെച്ചിട്ടുണ്ട്. അത് നിങ്ങളത് ഓപ്പൺ ചെയ്യണം. എവിടെയെങ്കിലും ആരെങ്കിലും സ്റ്റോക്കുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യണം. പുള്ളി പറയുന്ന എത്ര 90 ദിവസവും 10 ദിവസമേ കഴിയുള്ളൂ. അതെ അതെ. ഇതിന് എന്താണെന്ന് വെച്ചാൽ പ്രതിവിധി ഇവിടുത്തെ മന്ത്രിമാർ അവരിതിനെ പോയിട്ട് നോട്ട് ചെയ്തിട്ട് പബ്ലിക് എന്ത് ചെയ്യും? പാവപ്പെട്ടവരെന്ത് ചെയ്യും? തട്ടിക്കടക്കാരെന്ത് ചെയ്യും? ഈ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മനുഷ്യരായാലും നരേന്ദ്രമോദി ഏതൊരു പാർട്ടി, ഞാൻ ഏതൊരു പാർട്ടിയെ പറ്റി പറയുന്നില്ല, നമ്മൾ പറയുന്നതല്ല. ആ കാര്യം പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കണം. അങ്ങനെ ഒരു യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണല്ലോ ഈ മോദിജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മോദിജി അല്ല, ആരുടെ ഭാഗത്തുനിന്നായാലും നമ്മൾ ചെയ്യുന്നു. ഈ യുദ്ധം കടുക്കുന്നതും ഇന്ധന പ്രതിസന്ധി ഉണ്ടാവുന്നത്. അതെ, അല്ല അത് ശരി. അത് നമ്മൾ ഇത് പറഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പം നിങ്ങൾ വന്ന് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു, അതിനൊരു പ്രതിവിധി എന്താ ചെയ്യണം, അതാണ് നമുക്ക് ആവശ്യം. കാര്യം ഈ പാവപ്പെട്ട ജനങ്ങളും അതേപോലെയുള്ള ഞങ്ങളുള്ള മിഡിൽ ക്ലാസ് ആളുകളും അനുഭവിക്കുന്ന ഇത്രയും ചൂട് സമയത്ത് വന്നിട്ട് ഒരു ചായ കുടിക്കണം അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ അത് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെന്തോ